ഈ ഘട്ടത്തിൽ കോടതി ഇടപെടേണ്ട സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കോടതിയുടെ മുമ്പിൽ സുനിശ്ചിതവും വ്യക്തവുമായ ഒരു നടപടിക്രമം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി നടപടിയെടുക്കുന്നത് അനുചിതമായിരിക്കും. കാരണം കോടതി രംഗത്ത് വരേണ്ടത് നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നാലാണ്, ആലോചിച്ചാലല്ല. ഇവിടെ ആലോചനയുടെ ഘട്ടമേ ആയിട്ടുള്ളൂ. കെ രമ പറയും പോലെ എന്തെങ്കിലും കാര്യമായൊരു പ്രവൃത്തി ജയിലധികൃതരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നടത്തി ഗവർണറുടെ അടുത്തോ മന്ത്രിസഭയിലോ എത്തുന്നതിന് മുമ്പ് നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതി ഈ കാര്യത്തിൽ യുക്തമായൊരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ബൽദേവ് പതിവ് പോലെ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് തങ്ങളെ ശരിവെക്കുന്ന ഒരു രീതി അവലംബിക്കുന്നുണ്ടല്ലോ. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിനെ പറ്റി ഇവിടെ പരാമർശിച്ചു. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിട്ടാണ് അവരെ വിട്ടത് എന്ന് എൻ്റെ സുഹൃത്ത് സൗകര്യം പോലെ മറക്കണം. ആ സുപ്രീം കോടതി വിധി പിന്നീട് വന്ന തത്തുല്യമായ രണ്ടംഗങ്ങളുടെ വിധി വോയിഡാണ് എന്ന വിചിത്രമായ ഒരു വിധിയാണ് രണ്ടാമത്തെ റിവ്യൂവിൽ വന്നത്. ഒരിക്കലും അങ്ങനെ സാധാരണ പതിവില്ല. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി ആയതുകൊണ്ടും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അതനുസരിച്ചു. ഞങ്ങളുടെ സഹപ്രവർത്തന ഒരു ജഡ്ജി നിയമവിരുദ്ധമായിട്ടാണ് ആ ഓർഡർ ഇട്ടത്, അത് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നാണ് ഒരു വനിതാ ജഡ്ജി അധ്യക്ഷയായ രണ്ടാമത്തെ ബെഞ്ചിത്. അത് രാഷ്ട്രീയപരമായി ഒരുപാട് കൊട്ടിഘോഷിക്കാം. പക്ഷെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ നിയമലംഘനത്തിൻ്റെ വഴിയിലാണ് നമ്മുടെ ബഹുമാന്യമായ സുപ്രീം കോടതി പോലും പോയത് എന്ന് അനുമാനിക്കുന്നു. അവർക്ക് പെരോള് കൊടുത്തത് ഞാൻ നീതീകരിക്കുന്നില്ല, അതൊരു പക്ഷേ നിയമവിരുദ്ധമായിരിക്കാം. പക്ഷേ ഇവിടെ ചെയ്തതുപോലെ സർക്കാർ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല. ഒരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിക്കാൻ ഒരു കൽപ്പന ബന്ധപ്പെട്ട ആളുകളുടെ അപേക്ഷയിൽ കൊടുത്തതാണ്. ആ ഓർഡറാണ് നിയമവിരുദ്ധമാണ്, അസാധുവാണ്, അധികാരപരിധിക്ക് പുറത്തതാണ് എന്ന് മറ്റ് രണ്ട് ജഡ്ജിമാർ പറഞ്ഞു. വളരെ വിചിത്രമായൊരു നടപടിക്രമമാണ് കോടതിയുടെ അടക്കം. പക്ഷെ അത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പെരുമ്പറ അടിച്ച് കൊണ്ട് നടക്കാൻ എൻ്റെ സുഹൃത്ത് ബൽദേവിനെ പോലുള്ളവർക്ക് ഒരു വടി കിട്ടിയിരിക്കുന്നു. അതും ടി.പി. ചന്ദ്രശേഖരൻ കേസുമായി താരതമ്യപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പെരോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല. പെരോൾ സംബന്ധിച്ച നിയമങ്ങൾ വളരെ വ്യക്തമാണ്. പോലീസ് റിപ്പോർട്ടിൻ്റെയും പ്രൊബേഷൻ റിപ്പോർട്ടിൻ്റെയും മറ്റ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പെരോളും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ പറ്റൂ. ഇവിടെ എൻ്റെ സുഹൃത്ത് ഷാജഹാൻ പറഞ്ഞ പോലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് ജയിലിനേക്കാൾ കൂടുതലധികം പുറത്തു നിൽക്കുന്ന കൊടും കൊലയാളികളെ കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായ അധികാര ദുർവിനിയോഗമല്ലാതെ എന്താണ്? നമ്മുടെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ നിലവിലുള്ള പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കാൻ വിവിധ സ്റ്റേറ്റ് കമ്മിറ്റികൾ ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഇതുപോലുള്ള വിമർശനങ്ങൾ പാർട്ടികൾ മുന്നോട്ട് വരുന്നു. ഒരിക്കലും ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച CPIM പോലുള്ളൊരു പാർട്ടി പോലും സ്വയം വിമർശനത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ശുഭോദർഗമാണ്. പക്ഷേ എന്നിട്ടും പിടിവാശി കൊണ്ട് എങ്ങനെയും ഞങ്ങളെ സഹായിച്ച സഖാക്കളെ പുറത്തിറക്കണം എന്നൊരു വാശി നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്.